ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നന്നാരി സർബത്ത്. ഞാൻ അതിനായി ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ നന്നാരിയുടെ സിറപ്പ്, ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻ്റ് ഒക്കെ അടങ്ങിയിരിക്കുന്ന കുറച്ച് നല്ലൊരു സർബത്തിൻ്റെ സിറപ്പാണ്. നമുക്ക് ഈ നന്നാരി സർബത്തിൻ്റെ സിറപ്പ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിന് നറുനീണ്ടിയുടെ വേരാണ് വേണ്ടത്. ഞാൻ അതിൻ്റെ വീഡിയോ പിന്നെ ഇടാം. ഇപ്പം ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളത്രയും സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേനൊക്കെ അടങ്ങിയിരിക്കുന്നതാണിത്. ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇതിലേക്ക് വേണം. തണുപ്പ് വേണ്ടാത്തവർക്ക് ഐസ് ക്യൂബ് ഒഴിവാക്കാം. ഞാൻ ഇതിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് സബ്ജ സീഡ്സ് ആണ്, കസ്കസ്. ഇതുപോലുള്ള ഡ്രിങ്കിലൊക്കെ കസ്കസ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കും. ബോഡിക്ക് വളരെ നല്ലതാണ്. ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ നന്നാരി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നമുക്കിതിൻ്റെ മുകളിലായിട്ട് മിൻറ്റിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഈ ചൂടിന് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.